സുഹൃത്തുക്കളെ, ഞാൻ ഒരു വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല. അത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഉടനെ ചെയ്യേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ എൻ്റെ ഫേസ് കൂടെ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്, ഒന്നും മനഃപൂർവ്വമല്ല. അങ്ങനെ ഫേസ് ഇല്ലാതെ വീഡിയോ ചെയ്തിട്ട് പോലും നമുക്ക് നേരിട്ടുള്ള ആക്രമണം ആണ് ഉള്ളതേ ആൾക്കാർക്ക്. എന്ന് വെച്ചാൽ അസൂയ. കാരണം യൂട്യൂബിലൂടെ തരത്തില്ല. കാരണം യൂട്യൂബിലൂടെ കാണുന്നുണ്ട്, വ്യൂസ് ഉണ്ട്. അല്ലാതെ അവർ ലൈക്കോ അങ്ങനൊന്നും കമൻറ്റോ ഒന്നും തരത്തില്ല. കാരണം അത് എനിക്ക് കിട്ടുന്നൊരു കാര്യമല്ലേ. അതുകൊണ്ട് അവരാരും തരത്തില്ല. ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ ഞാൻ ഫേസ് കാണിക്കാതെ ചെയ്തുകൊണ്ടുള്ള വീഡിയോ പോലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ വ്യൂസ് ഉണ്ട്. അറിയാവോ? അത് എനിക്കൊരു വലിയൊരു നേട്ടമല്ലേ. അപ്പോൾ ഫേസൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഞാൻ ഇട്ടാലോ? അത് ഞാൻ മനഃപൂർവ്വമല്ല. എനിക്കതിൻ്റെ അവസ്ഥ ഇപ്പോൾ വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ കൊള്ളാഞ്ഞിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ്. അപ്പം ആ ഫേസും കൂടെ കാണിച്ചാലുള്ള വ്യൂസിൻ്റെ കാര്യം നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എൻ്റെ കുഞ്ഞുമായിട്ട് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക്, മീൻസ് കൊച്ചിൻ്റെ കാര്യമായിരിക്കും, എൻ്റെ കാര്യമായിരിക്കും. അത് രണ്ടും ഒന്നായിട്ട് തന്നെ കൂട്ടണം. അപ്പം അങ്ങനെ ഒരുപാട് നമുക്ക് കണ്ടകശനി എന്നുള്ളത് കേട്ടിട്ടില്ലേ? നമുക്കതൊന്നും ഇല്ല എങ്കിലും കണ്ടകശനി എന്ന് പറയുന്നത് ഉണ്ട് എന്ന് ചില സമയത്ത് തോന്നിപ്പോവും. കണ്ടകശനി എന്തുവാ? നമ്മുടെ സമയദോഷം. ആ സമയദോഷത്തിൽ നമുക്ക് എല്ലാ കാര്യവും നെഗറ്റീവായിരിക്കും വന്നു ചേരും. എല്ലാം ഒരുമിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അതാണിപ്പോൾ ഫേസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് അലച്ചിലുകൾ കൂടി നിൽക്കും. ആ സമയമാണ് എൻ്റെയും കുഞ്ഞിൻ്റെയും. ലോങ് വീഡിയോ ആണ്. ആർക്കും ഇത്രയും മുഖമൊന്നും കാണിക്കാതെ വെറുതെ ഫോട്ടോ മാത്രം കാണിച്ചു വെച്ചിട്ട് പറയുമ്പോൾ ആരും അത്ര ശ്രദ്ധിക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ അവസ്ഥകളിലൂടെ ഞാൻ അത്രയും ഹാർഡ് വർക്കിൽ ഇത് ചെയ്യുന്നത് തന്നെയാണ്. കാരണം കൊച്ചും അതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്താൽ അവൻ അതിനകത്ത് തന്നെ ശ്രദ്ധിച്ച് അവന് ഓരോ ആക്ഷൻസൊക്കെ കാണിക്കും. അതെനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുമെങ്കിലും അത് ശ്രദ്ധിക്കാതെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വഴിയിൽ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ ആൾക്കാരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ തോന്നും നമ്മളേതോ പാതകം ചെയ്തിട്ട് നടക്കുവാണെന്ന്. എന്നുവെച്ചാൽ എന്തോ ഒരു പാതകം ചെയ്തൊരു ഫീലാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. അവർ നോക്കുന്നതിനേക്കാളും മുൻപേ നമ്മളവരെ കണ്ടിരിക്കും. അവരെങ്ങനെയാണ് നോക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാമെന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അവരുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ദഹിച്ചു പോകും. കാരണം അപ്പോഴാണ് മനസ്സിലാവുന്നത് കേരളത്തിൽ നേരായ പാതയിൽ നടക്കാൻ കൊള്ളത്തില്ല. നേരായ പാതയിലും സത്യസന്ധമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് കേരളത്തിൽ ഒരു വിലയില്ലെന്നുള്ളത് എനിക്ക് പിടികിട്ടി. അപ്പോൾ എന്നെ ഇങ്ങനെ കൗതുകത്തോടെ നോക്കുന്നതും അങ്ങനെ മറ്റ് രീതികളിലൊക്കെ അങ്ങനെ നമ്മളെ കൗതുകത്തോടെ നോക്കുന്ന മനുഷ്യരോട് എനിക്ക് അവരെ എല്ലാവരെയും അറിയാം. എങ്കിലും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ എല്ലാം അറിയാവുന്ന സ്ഥിതിക്ക് ഞാൻ അവരോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു. കാരണം ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ചിലപ്പം നിയമവശങ്ങളുള്ളതായിരിക്കും, പള്ളികളായിരിക്കും, എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഈ ആൾക്കാർ നമ്മുടെ കൂടെ വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നിയമവശമുള്ളിടത്താണെങ്കിൽ സ്റ്റെപ്പിലൊക്കെ കയറേണ്ടി വരും. അപ്പോൾ അവിടെയെല്ലാം എൻ്റെ കൊച്ചിനെ ഫുൾ അവരെടുക്കുമെന്ന് എഗ്രിമെൻ്റ് ചെയ്യണം. ഞാനത് ഡയറക്റ്റായിട്ട് ചെന്ന് തന്നെ ഞാൻ സംസാരിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ എൻ്റെ മോനെ ഒന്ന് എടുത്തിട്ട് ഇന്നത്തെ ദിവസത്തെ മൊത്തം ഡ്യൂട്ടിയും നിങ്ങൾക്ക് തന്നെയാണ് കൊച്ചിൻ്റെ. അങ്ങനെ എടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും സഹായം ചെയ്യാനോ ഒക്കെ താല്പര്യമുള്ളവർ മാത്രമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നോക്കാവുള്ളൂ. അല്ലാതെ നോക്കാൻ യാതൊരു അവകാശമില്ല. നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തോന്നും അവരുടെ വീട്ടിൽ എന്തോ ഞാൻ പിടിച്ചു പറിച്ചിട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് ലാസ്റ്റാണ് പോയിൻ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പോകുന്നത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്കറിയാം. അവർ തന്നെ ഇപ്പം അവരുടെ അടുത്തോട്ട് ചെല്ലുകയാണ് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനെങ്കിൽ അവർ പറയുന്നുണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു ഇതൊക്കെയെന്ന്. ഞാൻ എന്നെ വലിയ മേനി പറയല്ല. അത് ഒറ്റയ്ക്ക് തരണം ചെയ്തതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കുറേ പിശാചുക്കളെയും കൂടെ വഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 2 വർഷത്തോളമായി. അപ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയാണ്. അതല്ല, എൻ്റെ അനുഭവങ്ങളും എൻ്റെ കണ്ണുനീരും ദൈവത്തിൻ്റെ പക്കലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനെനിക്ക് വലിയൊരു ഇത് ഇപ്പോൾ തോന്നുന്നില്ല. അപ്പം ആൾക്കാർ ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ചിന്തിക്കേണ്ടത് അവരൊരു അമ്മയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അവർ നോക്കിക്കോളും അവരുടെ കാര്യങ്ങൾ. അല്ലാതെ നിങ്ങളതിനകത്ത് ബോധപ്പെടാവേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ നോട്ടം കണ്ടിട്ട് അൺസഹിക്കബിളായിട്ടാണ് എനിക്ക് കൂടുതലും ഇതിനകത്തല്ല, യൂട്യൂബിലല്ല വരുന്നത് കൂടുതൽ നെഗറ്റീവ്. ആദ്യം 1-2 എണ്ണം വന്നിരുന്നു. അതപ്പോഴേ തന്നെ ഞാനത് ബ്ലോക്ക് അടിച്ചു. അപ്പോൾ അത് പോയി.
പിന്നീട് എനിക്ക് നേരിട്ടാണല്ലോ, കാരണം ഈ എന്നെ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ ഫുൾ എൻ്റെ ഈ എളിയ ചാനൽ നോക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാജിക്. അങ്ങനെ വേണ്ട, എൻ്റെ പ്രൈവസി എല്ലാ കാര്യങ്ങളിലും. ഇതെവിടെ നിന്നാണ് യൂട്യൂബ് ചെയ്യുന്നതെന്നും കൂടെ ഞങ്ങൾക്കൊന്ന് അറിയണമെന്നും പറഞ്ഞ് ചുറ്റുപാട്. അപ്പോൾ അതുകൊണ്ട് അത് നല്ലൊരു കാര്യമല്ലേ, കാരണം അവരുടെ കാര്യം ഞാൻ അന്വേഷിക്കുന്നില്ല, പക്ഷെ അവർക്ക് എൻ്റെ കാര്യം അന്വേഷിച്ചേ പറ്റും. നല്ല കാര്യത്തിനാണോ അല്ല, ദോഷകാര്യത്തിന്. അതുകൊണ്ട് ഈ ദോഷം വെച്ച് തന്നെ ഞാൻ മുന്നോട്ട് കയറും. നിങ്ങളുടെയൊക്കെ ഈ ദോഷം എനിക്ക് നല്ലൊരു ഇന്ധനവും വളവുമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കാണിക്കൂ.